ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ സഖാഫി ഗ്രൂപ്പിലെ ചർച്ച പുറത്തു വന്ന്? മറക്കാനായിട്ടുണ്ടോ? അത് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്ക്. സഖാഫീസ് 2020 അതിൽ പറയണ്ടേ, ഇവനെ ഇരുട്ടടി അടിച്ചാലോ? ഏതെങ്കിലും ചെറിയ മക്കൾ ചർച്ച നടത്തല്ല. സഖാഫി ബിരുദധാരികളായ ആളുകൾ അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് പറയാണ്, നമ്മുടെ പോസ്റ്റർ ഇട്ടതിന് ശേഷം ഇവനെ ഇരുട്ടടി അടിച്ചാലോ? എന്നിട്ട് അപ്പുറത്ത് അതിന്റെ ബാക്കി എന്താ കാണിച്ചു കൊടുക്ക്. അതിൽ പിന്നെ പറയുന്നത് അടുത്തടുക്ക് കണ്ടില്ലേ? ഇതൊക്കെ എത്ര വിവാദമാണ്. ഇതുപോലെ ആയിരുന്നില്ലേ ചേകനൂർ മൗലവിയും? അത് നിങ്ങൾക്ക് തോന്നിയതാ? ചേകനൂർ മൗലവി ഇങ്ങളെ മൂത്താപ്പയാണ്, ഞങ്ങളുടെ മദദ് ഔലിയാക്കളാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടാത്തത്? സമൂഹത്തിൽ വല്ലാതെ ഫിത്ന ആക്കിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചേകനൂരിനെ ശരിയാക്കി എന്നാ പറയുന്നത്. സഖാഫീസ് ഗ്രൂപ്പിൽ വലിയ ചർച്ചയായി, എല്ലാ പൊതു ആളുകളും എടുത്ത് ചർച്ച ചെയ്തു. ഇപ്പൊ എന്താ അവസ്ഥ അറിയോ? പറഞ്ഞ ഓൽക്കൊരു പ്രശ്നമില്ല, അത് പുറത്തു വിട്ട എനിക്കാ പ്രശ്നം, ഞാനാണേലോ അതിന്റെ പ്രശ്നം. അതെനിക്ക് തന്ന ആളെ നോക്കിയിട്ട് ഏകദേശം ആളുകളൊക്കെ പോയി ഇവര് തച്ചും ചെയ്തു. തല്ലുകൊണ്ട് ഒരാളും ഇതിന്റെ ഉത്തരവാദി അല്ല താനും. ഇവർക്ക് പ്രശ്നമല്ല. കാരണം എന്താ? ഇവർ ഈ ഗുണ്ടായിസല്ലേ ഉള്ളൂ, അതിന്റെ പേരിലും ഗുണ്ടായിസം. ഞാൻ പിന്നെ മൊത്തത്തിലൊരു അന്വേഷണം നടത്തി സഖാഫി ഗ്രൂപ്പുകളിൽ എന്താ നടക്കുന്നത്. അപ്പൊ 2018, 17, 16 ഈ ഗ്രൂപ്പിലൊക്കെ അതിന്റെ ബാക്കി ചർച്ചകളും വോയിസും ഉണ്ട്, ഒക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞെന്ത്, എന്റെ നമ്പർ ഇങ്ങനെ കൊടുത്തിട്ട് ഈ നമ്പർ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട് എന്ന് തോന്നുന്നു, ശ്രദ്ധിക്കണം. അത് നോക്കിയപ്പോ രംഗായിമാരുണ്ടോ പരസ്യം ചെയ്തു, ഈ നമ്പർ സൂക്ഷിക്കുക. ഒരുപാട് ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിച്ച് ഏതാ നമ്പർ എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഈ പോസ്റ്റർ കാണുന്നത്. പലരും ബന്ധായി. പിന്നെയും നമുക്ക് ഒരുപാട് സംഗതികൾ കിട്ടാൻ അത് കാരണമായി. തെറികൾ പലതും വരുന്നുണ്ട്, അതങ്ങോട്ട് കേട്ട് ഒഴിവാക്കിയ പോലെ നമുക്ക് എന്ത് തെറി? തെറി പറഞ്ഞാൽ പേടിക്കുന്നല്ല നമ്മൾ. കാരണം എന്താ? നിങ്ങളെ അടുത്തുനിന്ന് പോകുന്നതല്ലേ ഞങ്ങൾ. അന്ന് തന്നെ തെറി തുടങ്ങിയില്ലേ? ചില തെറികളൊക്കെ കേട്ട ഫോൺ തന്നെ കേടുന്നു വയ്യാതി തെറികളാ പറയാം. എന്നിട്ട് ഞങ്ങൾ ഭയപ്പെട്ടിനോ? എല്ലാവരും കൂടി വിളിച്ചു തെറി പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഞങ്ങളത് ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കും. കാരണം നിങ്ങളെ മനുഷ്യർക്കൊപ്പം മാനവികത ഇങ്ങനെ തുളുമ്പുമ്പോ അത് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കേൾക്കുക. എന്ത് മനുഷ്യർക്കൊപ്പം നിങ്ങൾക്ക്? ചേകനൂരിനെ കൊന്ന പോലെ നമ്മളെ കൊല്ലണം എന്ന് പോസ്റ്റിട്ട് ആ പോസ്റ്റ് എനിക്ക് തന്നു എന്നതിന്റെ പേരിൽ സാധുക്കളെ ആക്രമിച്ചവർക്ക് എന്ത് മനുഷ്യർക്കൊപ്പം? അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും കാര്യം എടുക്കുന്ന രൂപമല്ലത്. വെറുതെ നിങ്ങളെ സമയം പോണ്ട. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ തരുന്നതാ കൂട്ടരെ. നിന്റെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുന്ന ആളാരെ അറിയോ? ഞാൻ ഏൽപ്പിച്ച ആളാ. എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ പ്രധാന ആളുകളാണ് നമുക്കിത് തരുന്നത്. നിങ്ങളെ മർക്കസിന്റെ ഓഫീസിൽ, സിറാജുൽ ഹുദയുടെ ഓഫീസിൽ, നിങ്ങളെ SYSന്റെ ഗ്രൂപ്പിൽ വരെ നമ്മുടെ ആളുകളുണ്ട്. മുഷാവറി തന്നെ ഉണ്ട്. എന്നിട്ടാനിപ്പോൾ ഞാൻ എൻ്റെ നമ്പർ അതിലുണ്ടോ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ അതിൽ കയറില്ല, അതിലുള്ളവർ എനിക്ക് തരുന്നതാണ്. ഗൾഫ് മേഖല മുഴുവനും എല്ലാ സമൂഹവും തൊഴിലുസ്ഥാനും കൊടുക്കുന്നുണ്ട്. എന്താക്കാനാ നിങ്ങളിപ്പോ? ഒരു രക്ഷയുമില്ല. നിങ്ങളെങ്ങനെ മനുഷ്യർക്കൊപ്പമാകും? ഈ യാത്ര നടക്കുമ്പോ നമ്മളിത് ഇടപെട്ടല്ലോ, ചാറ്റ് പുറത്തു വിട്ട് ആകെ പ്രശ്നമായി. എല്ലാവരും കൂട്ടി പിന്നെ കുത്തി പറഞ്ഞ് നമുക്കെതിരെ വരുമ്പോ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം. മനുഷ്യർക്കൊപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് ഷെയർ ചെയ്ത 2 വീഡിയോകളുണ്ട്. തെറിതിൽ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സെക്കൻഡിലും ഫോൺ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മൈക്കിന് മുമ്പിൽ പ്ലേ ചെയ്യാത്തത് വേറെ ആൾക്കാരുണ്ട് എഴുതിയിട്ട്. അത്ര വലിയ തെറികൾ സെക്കൻഡുകളിലും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ ചാറ്റ് പുറത്തു വിട്ടത് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് ഇവലൊരു ഫോണില്ലാതെ നിന്നിട്ടില്ല. രാത്രി 2-2:30 നോക്കുമ്പോൾ ഉണ്ടാവും വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ പിന്നെ അതിൻ്റെ ട്യൂൺ കേട്ടാലും ഇറങ്ങി പഠിച്ചുകൊണ്ട് നമ്മളത് ബാധിക്കുകയേ ഇല്ല. നിങ്ങളെ സമയം പോയി എന്നല്ലാതെ.